ഞാൻ പോയി വക്കീലിനെ വിളിച്ചിട്ട് വരാം. തൂക്കി ചുവന്ന കിക്ക് നോക്കുന്ന കിക്കിൽ ആരുണ്ടാവല്ലടാ. കിക്കിൽ ആരുണ്ടാവണ പാക്കു താക്കണ യൂട്യൂബിൽ ലൈവ് ഉണ്ടല്ലോ. ദുബായ് സാധാരണ ഫ്രണ്ട്ലി അല്ലേ TDS സെർജി വീണിയത്തല്ലോ. ബ്രോ ക്ലിയർ ചാറ്റ് അടിച്ച ക്ലിയർ ഫുൾ സ്ക്രീൻ തന്നെ. സ്ക്രീൻ ഇടാനാ ഇനി എങ്ങനെ വലുതാക്കല്? നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് വേണോ ബോസേ? നിങ്ങക്ക് സർപ്രൈസ് വേണോ? സർപ്രൈസ് വേണോ? പിള്ളേർക്ക് അവിടെ ആളുണ്ട് ബ്രോ. ഓൾറെഡി ആളെ ഞാൻ നിർത്തിയിട്ടാ പോന്നേക്കുന്നേ. ഇത് വേറെ സിറ്റുവേഷൻ ആണ്. സർപ്രൈസ് ആവും ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. മനസ്സിലായ? അത് ശരിയായ സർപ്രൈസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. നിനക്ക് പ്രൊമോഷൻ ഇല്ല. നിനക്ക് പ്രൊമോഷൻ ഇല്ല. നീ കടുമ്പനാ. ഇവിടെ ചാറ്റ് ഓക്കേ. MRZ ഈ ഒരു ഏരിയയില് കുത്താനുള്ള ഒരു ശ്രമമായിരുന്നു തോന്നുന്നു. ലീഡർ ഉണ്ടായിരുന്ന പോവന്മാരെ ഇവന്മാരും കളി തോറ്റ് കഴിഞ്ഞാ വരൂലല്ലേ ലീഡേഴ്സ് ഒന്നും മീറ്റിങ്ങിനെ. നമ്മളെ ലീഡർ അങ്ങനെ ഞമ്മക്ക് അങ്ങനെ ഒന്നുമില്ല. തോറ്റാലും നമ്മള് മീറ്റിങ്ങിലേക്ക് നമ്മൾ ചെല്ലാറുണ്ട്. തോൽവിയൊക്കത്തിന്റെ ഭാഗമല്ലേ. പിന്നെ എന്തിനാ ഈ ഇത് അവിടെയാ ഡേറ്റ് ഒന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് റെഡി ആക്കണ്ടേ? ഇതൊക്കെ കുറെ കാര്യങ്ങൾ ചാടി കയറി എടുത്തോ കൊടുത്തോ പറഞ്ഞ പോലെ ചെയ്യുന്ന പരിപാടികളല്ലേ. ഒന്ന് നോക്കിയടാ വീഡിയോന്റെ ആരാന്ന് ക്വസ്റ്റ്യൻ മാർക്ക് വയ്ക്കുന്ന വീഡിയോ എന്നുള്ള ഇത് കണ്ടില്ലേ? ഓൾറെഡി വീഡിയോ ഉണ്ടല്ലോ. ഐ തിങ്ക് MRZ കുത്തൂല. അർജുനന്റെ വണ്ടി നല്ലൊരു പിക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, EVXന്റെ ഭാഗത്ത് നല്ലൊരു ഫയറിംഗ് ആണ് വരുന്നത്. EVXന്റെ ഭാഗത്ത് നല്ല സ്കെച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ പിള്ളേര്. കളിക്കട്ടെ. MRZ ഇവിടെ കുത്തിയിരിക്കുന്നു. 2 ഗ്യാങ്ങും അങ്ങോട്ട് ഇവിടെ കുത്തിയിട്ടുണ്ട്. ഓക്കെ, MRZന്റെ അത്യാവശ്യം പ്ലേയേഴ്സ് ഉള്ള ഒരു 4 പ്ലേയേഴ്സ് ഇവിടെ കുത്തിയിട്ടുണ്ട്. വിപ്സി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഈ MRZ ഓക്കെ സീൻസ് ഒരു പിക്ക്, MRZ സഡ്നസ് ഒരു പിക്ക്, EVX റാഷ്ഫോർഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, ബ്രൂസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, വിപ്സിയുടെ രണ്ടാമത്തെ പിക്ക്, ദിഗോൾ ഒരു പിക്ക്, പിന്നെ ലിബിൻ എരുമയിൽ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, കൈസോക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സെഡ്നസ് ഡുവറിന്റെ അടുത്തൊരു വിപ്സിയുടെ മൂന്നാമത്തെ പിക്ക്, വിപ്സി 3 പിക്ക് എടുത്തിട്ടുണ്ട്. ദിഗോഡിന്റെ രണ്ടാമത്തെ പിക്ക്, ഓക്കെ ദിഗോഡിന്റെ രണ്ടാമത്തെ പിക്ക്, കൈസോക്കിന്റെ മൂന്നാമത്തെ പിക്ക്, ഫ്ലഫി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ലമിന യമാൽ ഒരു പിക്ക് എടുത്തിരിക്കുന്നു, ലാമിന യമാൽ. ഓക്കെ, ഫ്ലഫി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, അടുത്തൊരു പിക്ക്, ഫ്ലിക്സ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു, ഇക്രുമോൻ അടുത്തൊരു പിക്ക്,
ചിറക്കൽ ശ്രീഹരി ഒരു പിക്ക്, ലാമിനിയമല്ല അടുത്തൊരു പിക്ക്, ലാമിനിയമല്ല അടുത്തൊരു പിക്ക്. ഇവിടെ 3v3 അല്ല 3v2 സിറ്റുവേഷൻ. 3v2 ഓക്കെ ഫ്ലഫി ഡൗൺ ആയിട്ടുണ്ട്. ചിറക്കൽ ശ്രീഹരി കൈസോക്ക് മാത്രം, ടിജെ ദിഗോഡും ജിൻടക്കായി മാത്രം ഒരു TV2 അല്ല 2v2 2v2 സിറ്റുവേഷൻ. എടാ ഒരാൾ ഒന്ന് ജിയർ അടിച്ച ഒരാള് ജിയർ അടിച്ച ഒരു 2v2 കിട്ടില്ല. 2v2 സിറ്റുവേഷൻ. ജിൻടക്കായി, ദിഗോഡ് ആൻഡ് കൈസോക്ക് ആൻഡ് ശ്രീഹരിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എടാ ഒരാൾ വരുമോ ജിയർ അടിക്കോ? ഓക്കെ 2v2 ആണ് കറന്റ് സിറ്റുവേഷൻ ഉള്ളത്. 2v2 അല്ല 3v2. വിഷയം കളിയായിരുന്നു കേട്ടോ, വിഷയം കളി. ആരടിച്ചെടുക്കും ഒരു 2v2 നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആരടിച്ചെടുക്കും? ഗംഷയുടെ മുൾമുനയിൽ സോച്ചി വേൾഡ് കപ്പ് ഫൈനലിന്റെ ഒരു ത്രില്ലായോ? അപ്പുറത്തും ഇപ്പുറത്തും റേഡിയോ വിളിക്കണതില്ല. ആരടിച്ചെടുക്കും? രണ്ട് ഗാങ്ങിലും നല്ല രീതിക്ക് കില്ലെടുത്തിട്ടുണ്ട്. കൈസോക്ക് അവിടെ 3 കില്ല് വെച്ചിട്ടുണ്ട്, വിപ്സി 3 കില്ലുണ്ട്, പിന്നെ ദിഗോഡ് 2 കില്ല് എടുത്തിട്ടുണ്ട്, ചിറക്കൽ ശ്രീഹരി 2 കില്ല് എടുത്തിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപ്സി വീണ്ടും വാറിലും പ്രീ വാറിലും 3 കില്ല് വെച്ചിട്ട് വിപ്സി. ഇല്ല അത് കൺഫേം അല്ലേ? ഓക്കെ എംആർസെഡ് അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറുന്നു. ഓക്കെ ജിൻടക്കായി വണ്ടി എടുത്ത് മാറുന്നു. ദിഗോഡും ടക്കായുമാണ് വണ്ടി എടുത്ത് മാറുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഐസോക്കു ആൻഡ് ശ്രീഹരി തിരക്കിൽ ഇങ്ങനത്തെ മാസ സീനായിരിക്കില്ലേ? ടെൻഷനോ ഇരിക്കല്ലോ. എനിക്കെന്ത് ടെൻഷൻ? ഓക്കെ അവർ രണ്ടുപേരും ഒറ്റൊരു വണ്ടിയിൽ കളിച്ചത്. അത് ഇത്തിരി നല്ലൊരു ടാക്ടിക്കൽ മൂവാണ്. പക്ഷേ ഇതിലൊരു സംഭവമുണ്ട്. ഒരാളെ കുത്തി അടിക്കാൻ വേണ്ടി 2 പേര് ഇറങ്ങുന്ന സമയത്ത് മറ്റാൾക്ക് ബാക്കി വന്ന് കുത്തി അടിക്കാം. പക്ഷെ അടി കൃത്യമായി കഴിഞ്ഞാൽ കളി കയ്യില്ല. ആ ഒരു അടി കൃത്യമായി കഴിഞ്ഞാൽ കളി കയ്യില്ല. ആ ഒരു ഇതിൽ എംആർസി ആ ഒരു ട്രൈ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരാളെ അടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി അടിക്കൽ ട്രൈ ചെയ്യുന്നുണ്ടാവുക. 2v2 ആണ്. 2v2 ടെൻഷനൊന്നുമില്ല. ചർക്കിൽ ശ്രീഹരി ഇതാണ് ഞാൻ പറഞ്ഞത്. 2 പേര് കൂടിയിട്ട് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്റെ മോനെ ജിൻടക്കായി ശ്രീഹരിയും കൈസോക്കും നല്ല കളി നന്നായി കളിച്ചു കൈസ്. അവർ നന്നായി കളിച്ചു. നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷെ പോയി. പോട്ടെ, നല്ല കളി. ഇല്ല ക്ലിയർ ചാറ്റ് അടിക്കും. എന്നിട്ട് അൺവാൻഡ് ചാറ്റ് എടുത്തിട്ട് അടിച്ചാൽ മതി. സിനിമ ഗൈസ് ഇറ്റ് വാസ് പ്രീ വാറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാറായി മാറി.
കിട്ടിലം വാറ്. സീരിയസ്ലി ഗൈസ്, ലിറ്ററലി ഒരു കിട്ടിലം വാർ ഇത്. GG guys, GG. ഓ മൈ ഗാഡ്. നല്ല കളി, നല്ല രണ്ട് കളി. ഗാങ്ങും കിട്ടിലങ്ങനെ. നീ പോയി ഡോഗി സ്റ്റൈലിൽ എടാ ചിറക്കൽ ശ്രീഹരി ബാൻ അടിച്ചേ. ഓൾ ഡൗൺ Two hours ban ഇടല്ലേ ആരും? പ്രണവുണ്ടേ കേറുവാ. ഓൾ ഡൗൺ ഇടല്ലേ? നമ്മൾ ജിജി മാത്രമേ ഇട്ടിട്ടുള്ളൂ. വാ അവന്മാർ എൻഡ് ചെയ്ത്. എങ്ങനെ end ചെയ്യുന്നെ? ഇതാക്കിയിട്ടില്ലല്ലോ. അതാ ചിറക്കൽ അർജുനൻ. അങ്ങനെയാണെങ്കിൽ അഡ്മിനെ വിളിച്ച് പറ. അഡ്മിൻ വിളിച്ചു പറ. നിൽക്കുന്ന ഒരാൾ ഹെൽപ്പിട. അപ്പൊ വറച്ചാറുണ്ടോ ഹെൽപ്പിട്. കൂൾ ഡൗൺ ഇട്ടില്ലേ? എങ്ങനെ ഇടണേ? അതാ എനിക്ക് അല്ല കൂൾ ഡൗൺ ഒക്കെ ഇട്ടു ബ്രോ. കൂൾ ഡൗൺ ഒക്കെ ഇട്ടു. എന്തിനു നിങ്ങളുടെ ടീം തന്നെ ജിജി പറഞ്ഞു ബ്രോ. ജിജി അറിയാൻ പറ്റൂലേ അപ്പൊ? നിങ്ങളുടെ ജിജി ടീം തന്നെ ഷെയ്ക്ക്. ജിജി ഇടാൻ പറ്റൂല. ഷെയ്ക്ക് ജിജി ഇട്ടായിരുന്ന ഓൾ ഡൗൺ ആയി പ്രണവ് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അതാരും പറഞ്ഞില്ലല്ലോ. നമ്മള് 2v2 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 ആ നമ്മള് പറഞ്ഞില്ല. അത് ശരി. പോടാ, നിങ്ങൾ എന്തിനാ ഇന്ന ഇതാക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 2v2 2v2 എന്ന് പറഞ്ഞാൽ പ്രണവുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതാരാ ലാസ്റ്റ് വന്ന് പറഞ്ഞതാരാ? ഭാഷേ അഡ്മിൻ തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാരും വിചാരിച്ചു ആ അല്ല ഓൾ ഡൗൺ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു ബ്രോ? ഓൾ ഡൗൺ ഓൾറെഡി ഷെയ്ക്ക് നിങ്ങളുടെ ജിജി ഇട്ടതാ. ആ ജിജി ഇട്ടതാ. നിങ്ങൾ ഓൾറെഡി ഷെയ്ക്ക് തന്നെ ജിജി ഇട്ട്. പോട്ടെ കുഴപ്പമില്ല. മാത്രമേ ഉള്ളൂ. അല്ല അവര് നന്നായി അതെങ്ങനെ പറയുന്നത് ഓൾ ഡൗൺ ഇടണം? നമ്മള് നന്നായി കളിച്ച്. പക്ഷെ കളി കിട്ടിയനെ പോട്ട് മയില്. അത് ശീലം. റോജി വേറെന്താടാ? ഹലോ അതെന്താ?